ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കാഞ്ചി ജ്യൂസ് അരിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണിത് കേട്ടോ. ഇത് അരിച്ചെടുത്തതിന് ശേഷം ഒരു 3/4 ഭാഗത്തോളം കഷ്ണങ്ങളെ എടുത്തിട്ട് ഞാൻ അച്ചാറാക്കി എടുക്കുകയാണ് ചെയ്തത്. വീണ്ടും ഈ കഷ്ണങ്ങളെ ചൂടാക്കിയിട്ടില്ല. ബാക്കി പ്രോസസ്സൊക്കെ ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ബോട്ടിലടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ദിവസവും 1-2 സ്പൂണൊക്കെ നമുക്ക് കഴിക്കാം. നല്ലൊരു പ്രോബയോട്ടിക്കും ശരീരത്തിന് ഗുണമായിട്ടുള്ള ബീട്രൂട്ടൊക്കെ ഡെയിലി കഴിക്കാനുള്ളൊരു മാർഗ്ഗമായിട്ട് നമുക്ക് ഈ അച്ചാറിനെ കരുതാം. അതേപോലെ കാഞ്ചി ജ്യൂസ് ആണെങ്കിലും ഒരു 1/4 ഗ്ലാസ്സിൽ ബാക്കി വെള്ളം മിക്സ് ചെയ്തിട്ട് ബാക്കി ദിവസങ്ങളിലും കഴിക്കാം. ഇത് ഞാനിങ്ങനെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്തു. ഇഞ്ചിയൊക്കെ ദിവസവും കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതേപോലെ അച്ചാറിലേക്ക് കുറച്ച് അധികം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിക്കാവുന്നതാണ്. ഇനി എന്താണ്, ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചൂടായി വന്നപ്പം കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടി വന്നപ്പോൾ ഉലുവ കൂടി ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുത്തു. ഉലുവ പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം. കറിവേപ്പില എൻ്റെ കയ്യിൽ ഉണങ്ങിയതാണുള്ളത്, അതുകൊണ്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്തത്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാമായിരുന്നു. പിന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം മഞ്ഞളും മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ആവശ്യത്തിന് കടുകും ഉലുവയും പൊടിച്ചു കൊടുത്തതും ആവശ്യത്തിന് ഉപ്പും പിന്നെ കായം പൊടിയുമാണ് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായി ചൂടാറി വന്നതിന് ശേഷമാണ് നേരത്തെ ഊറ്റിയെടുത്ത ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് യോജിപ്പിച്ചെടുത്തത്. ഇനി ഞാനിതിനെ ചൂടാക്കി എടുക്കുന്നില്ല. ഓൾറെഡി ഒന്ന് ഫെർമനൻ്റായി വന്നതാണ് ഈ ബീട്രൂട്ട് കഷ്ണങ്ങൾ, അതുകൊണ്ടാണ് വീണ്ടും ചൂടാക്കാത്തത്. അപ്പോൾ അത് ഉണ്ടാക്കിയ പിന്നാലെ തന്നെ പനി പിടിച്ചു. അപ്പോൾ നമ്മൾ സാധാരണ ചെറുപ്പം മുതലേ കണ്ടുവന്നിട്ടുള്ള കഞ്ഞിയും അച്ചാറുമാണ് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് കേട്ടോ. പൊതുവേ സീസണലായിട്ടുള്ള പനിയൊക്കെ പിടിക്കുന്നത് വളരെ കുറവായിരുന്നു. നല്ല ഡയറ്റിലിരിക്കുന്ന സമയത്ത് ഒട്ടും ഉണ്ടായിട്ടില്ല. സീസണൽ പനിയൊന്നും എന്നെ പിടിക്കാറേയില്ല. പക്ഷേ ഇപ്പോൾ ഒരു സ്ട്രിക്റ്റ് അല്ലാതെ ഇരിക്കുന്നൊരു സമയത്ത് ഇത്തരം പനിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. എരിവ് കുറച്ച് കൊണ്ടുണ്ടാക്കിയ അച്ചാർ തന്നെയാണ്. വെജിറ്റബിൾസിൻ്റെ കൂടെ ആണെങ്കിൽ അധികം എരിവ് കഴിക്കാനൊന്നും വയ്യ, അതുകൊണ്ട് ഞാൻ എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് അച്ചാറാണ് ഇന്നത്തെ വീഡിയോ. കാഞ്ചി ഉണ്ടാക്കിയിട്ട് ആ ഒരു ബീട്രൂട്ടിനെ കളയേണ്ട എന്ത് ചെയ്യുമെന്ന് കൺഫ്യൂഷൻ ആവുന്നവർക്ക് ഇങ്ങനെ അച്ചാറാക്കി നോക്കാം. കുറച്ച് ഞാൻ ഉപ്പിലിട്ടതാക്കി വെച്ചിട്ടുണ്ട്. സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.